അവന് നമുക്ക് ആവശ്യമുണ്ട് മൂർത്തി. എനിക്കൊരാളുടെ തല വേണമെന്ന് പറഞ്ഞ അവനത് വെട്ടിയെടുത്തോണ്ട് വരണം. അതിനുവേണ്ടി ഈ ഇടത്തെ അവനെ എത്ര വേണേലും സ്നേഹിക്കും. മര്യാദയ്ക്ക് പണം എടുത്തോണ്ട് പൊക്കോണം. ഇല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ അപ്രോച്ച് നടത്തിയതിന് എനിക്ക് മറ്റു മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും. ഗോകുൽ, ഇതൊരു കൈക്കൂലിയോ ഗോകുലിനെ സ്വാധീനിക്കാനായിട്ട് ഞാൻ നടത്തുന്ന ഒരു ശ്രമമൊന്നും അല്ല. ഗോകുലിനോട് എന്റെ ഒരു സ്നേഹം. ഗോകുൽ എന്നെ സഹായിച്ചേ പറ്റൂ. സ്നേഹം? പണം കണ്ടാൽ മഞ്ഞളിച്ചു പോകുന്ന കണ്ണുകളാണ് എന്റേതെന്നാണോ താൻ വിചാരിച്ചിരിക്കുന്നത്? എങ്കിൽ തനിക്ക് തെറ്റി. ബന്ധങ്ങളും സൗഹൃദങ്ങളും പണത്തിന്റെ ബലവും ഒന്നും ഈ കേസ് വാദിക്കുന്നതിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കില്ല. കൊണ്ടുപോയിക്കോ. ഇനി മേലിൽ ഇതുപോലെ സ്നേഹം നിറച്ച പെട്ടികളുമായി എന്റെ പിന്നാലെ വരരുത്. പിന്നെ ഇപ്പൊ ഞാൻ നിങ്ങളെ പോലീസിൽ ഏൽപ്പിക്കാത്തത് എന്റെ സൗജന്യം. മനസ്സിലായ? ഗോകുൽ, സാമം ദാനം വേദം, അതെല്ലാം നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ പരീക്ഷിച്ചു കഴിഞ്ഞു. ഇനിയും എനിക്കെന്റെ നിലനിൽപ്പ് നോക്കിയല്ലേ പറ്റൂ. ഒളിച്ചു വെക്കാൻ രഹസ്യങ്ങളൊന്നും ഇല്ലാത്ത ആളല്ലല്ലോ അഡ്വക്കേറ്റ് ഗോകുൽ രാജ്. നെഞ്ചിൽ കൈവച്ച് അങ്ങനെ പറയാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? സ്വന്തം ഭാര്യയോട് പോലും ചതിയും വഞ്ചനയും ചെയ്ത ആളല്ലേ നിങ്ങൾ? നിങ്ങളാണോ വലിയ നീതിമാൻ ചമയുന്നത്? മറ്റൊരാളുടെ ഭാര്യയെ സ്വന്തം ഭാര്യയാക്കി 10 വർഷം താമസിപ്പിച്ച നിങ്ങൾക്ക് ന്യായത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും പറയാൻ എന്തർഹതയുള്ളത്? ഗോകുൽ, നിങ്ങളുടെ എല്ലാ രഹസ്യവും എനിക്കറിയാം. അർച്ചനയുടെ രഹസ്യങ്ങളും അറിയാം. ഈ സമയത്ത് എന്നെ സഹായിച്ചില്ലെങ്കിൽ അതൊക്കെ എടുത്ത് എനിക്ക് നിങ്ങൾക്കെതിരെ ഉപയോഗിക്കേണ്ടി വരും. ഭീഷണിയാ? അല്ല, ചെയ്യാൻ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ ഭീഷണിയുടെ മുൻപിലൊന്നും വഴങ്ങുന്ന ആളല്ല ഞാനെന്ന് തനിക്കിതൊരു മനസ്സിലായിട്ടില്ലേ? കോടതിയിൽ കേസ് വിളിക്കുന്ന ദിവസം രാവിലെ വരെ ഞാൻ കാത്തിരിക്കും. അതുവരെ ആലോചിക്കാൻ നിങ്ങൾക്ക് ഞാൻ സമയം തരുന്നു. എന്റെ കയ്യിലുള്ള ആയുധങ്ങളൊക്കെ എടുത്ത് ഞാൻ തിരിച്ചടിക്കാൻ തീരുമാനിച്ചാൽ ആ അടി ഏൽക്കുന്നത് ഗോകുലിന്റെ കുടുംബത്തിന്റെ സന്തോഷത്തിന്റെ മർമ്മത്തായിരിക്കും. എന്നെ കൊണ്ടത് ചെയ്യിക്കരുത്. എവിടെ പോയി തപ്പിയെടുത്തു? ടൗണിലെ ഒരു ലോഡ്ജ് മുറിയിലുണ്ടായിരുന്നു. കുറെ ദിവസമായി അവിടുന്ന് പുറത്തിറങ്ങിയിട്ട്. ആദ്യം ഞാൻ വിളിച്ചപ്പോൾ വരാൻ സമ്മതിച്ചില്ല. എന്താടാ, എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞാൽ പോലും വരാൻ മടിയായോ നിനക്ക്? ഞാൻ പറഞ്ഞത് വിശ്വസിക്കാതെ എന്നെ ഇവിടെ നാട്ടിയിറക്കിയതല്ലേ, പിന്നെ ഞാനെന്തിനു കാണണം? നേരെ നോക്കടാ. അന്നത്തെ ദേഷ്യത്തിന് ഞാൻ എന്തോ പറഞ്ഞെന്ന് വെച്ച് അത് കേട്ട ഉടനെ ഇറങ്ങി പോവാണോ വേണ്ടത്? അല്ലാതെ പിന്നെ ഞാനെന്ത് വേണമായിരുന്നു? അപമാനം സഹിച്ച് തലയും താഴ്ത്തി ഇവിടെ നിൽക്കണമായിരുന്നു. ഈ സെൽഫ് റെസ്പെക്റ്റേ അതെനിക്കുണ്ട്. പിന്നെ നിന്റെ ഒരു സെൽഫ് റെസ്പെക്ട്. എടാ, ഏട്ടത്തിയോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വഴക്ക് പറഞ്ഞാലും നീ ഇവിടെ തന്നെ നിൽക്കില്ലായിരുന്നോ? അതെ, അനിയനോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിലേ ഞാൻ പറയുന്നത് മനസ്സിലാക്കാനെങ്കിലും എടുത്ത് ശ്രമിക്കുമായിരുന്നു. സാക്ഷി പറയാൻ കോടതിയിൽ എത്താത്ത വിധം എന്നെ പൂട്ടിയിട്ടത് രാജീവാണെന്ന് ഞാൻ ഏട്ടത്തിനോട് ആണായിട്ട് പറഞ്ഞല്ലേ, എന്നിട്ട് വിശ്വസിച്ചോ? ശരി, ഏട്ടത്തിയുടെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. അതിന് ഞാൻ എന്ത് പരിഹാരം ചെയ്യണം? നിന്നോട് ക്ഷമ പറയണോ? അല്ല, എന്തിനാ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ക്ഷമ പറയുന്നത്?
ഏട്ടത്തിയോ അനിയനോ ആവുമ്പോ ഇങ്ങനെയുള്ള വഴക്കൊക്കെ സാധാരണമല്ലേ? സ്നേഹമുള്ളിടത്ത് മാത്രമേ വഴക്കുള്ളൂ. നീ വല്ലതും കഴിച്ചായിരുന്നോ? കഴിച്ചു. വെറുതെ പറയുന്നതാ മാഡം. ഞാൻ ചെല്ലുമ്പോൾ അവിടെ കിടക്കുമായിരുന്നു. രാവിലെ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത ഫുഡ് പോലും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്താടാ ഇങ്ങനെ? നീ ഇനി എങ്ങും പോണ്ട, ഇവിടെ തന്നെ താമസിക്കാം, അല്ലെങ്കിൽ ഗസ്റ്റ് ഹൗസിൽ താമസിക്കാം. പഴയതുപോലെ ഇവിടെയും കമ്പനിയിലും എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും നിനക്കുണ്ടാവും. നീ ഇരിക്ക. ഇപ്പൊ തന്നെ ഞാൻ ജിഎമ്മിനെ വിളിച്ച് കാര്യം പറയാം, പോരെ? അത് മാത്രം പോരാ. പിന്നെ ഇനി ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാ ഞാൻ പറയുന്നതോടെ കേട്ടിട്ട് മാത്രമേ ഒരു തീരുമാനം എടുക്കാവൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ ഏട്ടത്തോടൊപ്പം നിൽക്കൂ. സമ്മതിച്ചു. ഇപ്പൊ നിനക്ക് സന്തോഷായോ? എന്നാ എനിക്കും ചില കണ്ടീഷൻസ് ഉണ്ട്, അത് നീയും സമ്മതിക്കണം. എന്ത് കണ്ടീഷൻ? അതൊക്കെ സാവധാനം പറയാം. പക്ഷെ ഞാൻ എന്ത് പറഞ്ഞാലും നീ അതൊക്കെ അനുസരിച്ചിരിക്കണം. എന്താ, സമ്മതാണോ? സമ്മതമാണ്. എന്നാ നീ പോയി കുളിച്ച് ഫ്രഷായി വാ, ഞാൻ നിനക്ക് ഭക്ഷണം എടുത്ത് വെക്കാം. നിന്റെ ഡ്രസ്സുകളൊക്കെ നിന്റെ മുറിയിൽ തന്നെ ഇരിപ്പുണ്ട്. ആള് ഭയങ്കര കട്ടിക്കാരനാ. കുറച്ച് പ്രയാസപ്പെടേണ്ടി വന്നു കൂട്ടിക്കൊണ്ടുവരാൻ. നല്ല ഭംഗിയായി മാഡം ആളിനെ ഹാൻഡിൽ ചെയ്തു. ഇത്രയ്ക്ക് സ്നേഹത്തോടെ മാഡം ആരോട് സംസാരിച്ച് ഞാൻ കണ്ടിട്ടില്ല. പഴയതുപോലെ മൂർത്തി അവനെല്ലാം ചെയ്തു കൊടുക്ക. അവൻ ആവശ്യപ്പെടുന്നത് എന്തും. അവന് നമുക്ക് ആവശ്യമുണ്ട് മൂർത്തി. എനിക്കൊരാളുടെ തല വേണമെന്ന് പറഞ്ഞാ അവനത് വെട്ടിയെടുത്തോണ്ട് വരണം. അതിനുവേണ്ടി ഈ ഏടത്തെ അവനെ എത്ര വേണേലും സ്നേഹിക്കും. ആളിയെ ഏതോ കേസിന്റെ കാര്യമായ സ്റ്റഡിയിലാണെന്ന് തോന്നുന്നല്ലോ. ഇത് അവന്തികയുടെ കേസാ. ഞാനിതിന്റെ ഫോറൻസിക് റിപ്പോർട്ടും വിറ്റ്നസ് സ്റ്റേറ്റ്മെന്റും മെഡിക്കൽ റെക്കോർഡ്സും എല്ലാം ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കായിരുന്നു. ഈ സുഗതം മേനോൻ ഒരു ചെറിയ പുള്ളിയല്ല അല്ലേ രാജീവേ? ശരിക്കും അയാൾ ആരാ? എനിക്കതിനെ കുറിച്ച് വലിയ പിടിയൊന്നുമില്ല. ഈ കൊല്ലപ്പെട്ട അനിരുദ്ധനുമായിട്ട് അയാൾക്ക് യാതൊരു ബന്ധവുമില്ല.